കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ജൂൺ 2. നമ്മുടെ എല്ലാ കുഞ്ഞു മക്കളും 2 മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ പോവുകയാണ്. അപ്പൊ മീനുകുട്ടി അതിന്റെ ത്രില്ലിലാണ്. മീനുകുട്ടിയെ എല്ലാവർക്കും നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് മീനുകുട്ടിക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തിട്ടുണ്ട് കേട്ടോ, സമ്മാനങ്ങൾ എന്നുള്ള രീതിയിൽ. അതെ, നമ്മൾ അടുത്തുള്ള ആൾക്കാരും ദൂരമുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരുപാട് പേര് ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ എന്നതാ മീനുട്ടി ഇടനില സ്കൂൾ UPS ഇടനിലയിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് പിന്നെ വേറെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഭയങ്കര സ്പെഷ്യലാണ്, വെറൈറ്റിയാണ്. അപ്പോഴൊക്കെ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ കൂട്ടുകാർ, ഇപ്പം നമ്മൾ ചുള്ളിമാനൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുള്ളിമാനൂർ കുരിശടി കയറി ഒന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ട് മീനുനെ കൊണ്ട് സ്കൂളിലോട്ട് പോകാമെന്ന് പറഞ്ഞാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പും ദൈവത്തോട് ഇതുവരെ നടത്തിയ ദൈവത്തിനൊന്ന് നന്ദിയൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു പുതിയ തുടക്കമാക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ചുള്ളിമാനൂർ പള്ളിയുടെ അടുത്തായിട്ടൊരു സ്കൂളുണ്ട് കേട്ടോ, ഗവൺമെൻറ് LPS ചുള്ളിമാനൂർ. അപ്പോൾ അത് അവിടെയും അവർ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ എത്തിയിരിക്കുന്നത് SH UPS ചുള്ളിമാനൂർ, മീനുട്ടിയുടെ മുൻപ് മീനുട്ടി പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂളിലേക്ക് നമ്മുടെ ഏറ്റവും ഒരു ടീച്ചറിനെ നമ്മൾ കാണുന്നുണ്ട്. ടീച്ചറിനെ അവിടെയുള്ള മറ്റു ആൾക്കാരെയൊക്കെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നത്. നമ്മൾ വന്ന ടീച്ചറിനെയൊക്കെ ഒന്ന് കണ്ടു. ടീച്ചറിൻ്റെ അനുഗ്രഹം വാങ്ങാനും കൂടെ വേണ്ടിയാണ് മീനുട്ടി ഇവിടെ എത്തിയത് കേട്ടോ. നമ്മൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സ്കൂളും ടീച്ചേഴ്സും വെച്ചുമൊക്കെയാണ് കേട്ടോ ഈ സ്കൂളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ അടുത്ത സ്കൂളിലേക്ക് പോയപ്പോഴത്തേക്ക് മീനുട്ടിക്ക് ഇവിടെ വരണമെന്ന് തോന്നി. മീനുട്ടി വന്ന് എല്ലാവരും അനുഗ്രഹം വാങ്ങണമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത് നമ്മുടെ ഇടനില UPSയിലോട്ടാണ്. നമ്മൾ അങ്ങോട്ട് സ്ഥലം മാറിയതുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ മാറിയത്. അപ്പോൾ ഇടനില UPSയിലോട്ടാണ് നമ്മൾ ഇനി അടുത്ത് നമുക്ക് പോകേണ്ടത്. അങ്ങനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങി നമുക്ക് ഇടനില പോകാൻ വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴത്തെ SH UPSയിൽ നമ്മളിവിടുത്തെ മേളമൊക്കെ നടക്കുന്നുണ്ട്. പ്രവേശനോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങും കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അടുത്ത് കയറിയത് പമ്പിലാണ്. തൊട്ട് ഓപ്പോസിറ്റുള്ള പമ്പിൽ കയറി എണ്ണ അടിച്ച് നമ്മൾ നേരെ അടുത്ത് നമ്മുടെ സ്കൂൾ, നമ്മുടെ ഇടനില UPSയിലെത്തിയുണ്ട്. ഇടനില UPSയിൽ വണ്ടിയൊക്കെ ഇട്ട് നമ്മളിങ്ങനെ അങ്ങോട്ടൊന്ന് പോവുകയാണ്. ഇനി നമുക്ക് സ്കൂളിലെ വിശേഷങ്ങൾ എന്തെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ ഓൺലൈനായിട്ട് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി സഖാവാണ്, നമ്മുടെ സഖാവ് പിണറായി വിജയൻ സാറാണ്. സാറ് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഓൺലൈനായിട്ട് ചെയ്യുന്നതിൻ്റെ അത് നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ നമ്മുടെ LCDയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് ഓൺലൈൻ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാവരും ഇവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ നമ്മൾ ഓപ്പൺ സ്റ്റേജ് ഓഡിറ്റോറിയത്തിൻ്റെ മുൻവശത്ത് എല്ലാവരും വന്നിരിക്കുന്നവരാണ്. അപ്പോൾ ഇത്രയും ആൾക്കൂട്ടമൊക്കെ ഉണ്ട്, എല്ലാ ചടങ്ങൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും SH UPSയിലാണ് കേട്ടോ. SH UPSന് നമുക്ക് മറക്കാൻ കഴിയുന്നില്ല. ആ ഒരു അറ്റാച്ച്മെൻറ്റ് അത് നമുക്ക് മാത്രമല്ല മീനുട്ടിക്കും അവിടെ നിന്നും വിട്ട് വരുവാൻ കഴിയാത്ത ഒരവസ്ഥ തന്നെയാണ്. എന്നാലും നമ്മുടെ ഒരവസ്ഥ കൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ് കേട്ടോ. ഒരു കേന്ദ്രം എന്നതിലേക്ക് മാറുവാൻ കഴിഞ്ഞു. 2 ലക്ഷത്തോളം അധ്യാപകരുണ്ട്. ഇവരുടെ എല്ലാം കൂട്ടായ പരിശ്രമത്തിനെയും അതിന്റെ എല്ലാം ഫലമായിട്ടാണ് അധ്യക്ഷ KT രാജേശ്വരൻ ഏറ്റവും അവസാനം ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യം അടിയന്തരമായി പൂർത്തീകരിക്കാൻ വേണ്ടി 37 ലക്ഷം സന്തോഷത്തോടുകൂടി പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നല്ല നിലയിലുള്ള ഔചിത്യബോധമുണ്ടാവണം, വിവേകം നല്ലതുപോലെ വളർത്തിയെടുക്കാനാവണം, സൃഷ്ടിക്കാനാവണം. അതോടൊപ്പം തന്നെ ഏതിനെയും സമീപിക്കുന്നത് അറിവ്
അവരവരുടെ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. മീനുകുട്ടി ഒരു സന്തോഷമില്ലാത്ത ഒരവസ്ഥയിൽ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ ഉള്ള ചടങ്ങുകളൊക്കെ കേട്ടും അത് അവിടെ ഉള്ള അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പിണറായി സഖാവിൻ്റെ പ്രസംഗവും ഇതൊക്കെ കേട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അവിടെ ഇവിടെ മന്ത്രി GR അനിൽ സാറാണ് കേട്ടോ വരാനിരുന്നത്. പക്ഷേ സാറിന് സുഖമില്ലാത്തതിനാൽ സാറിന് വരാൻ കഴിഞ്ഞില്ല, എത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ സമയത്ത് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ഞാനിവിടെ ഉണ്ട്. പക്ഷേ ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് സാറിന് സുഖമില്ലാന്നും അതുകൊണ്ട് വരാൻ കഴിയത്തില്ല. അങ്ങനെ പിന്നെ വിശിഷ്ടാതിഥികൾ നമ്മൾ നഗരസഭയുടെ നെടുമങ്ങാട് നഗരസഭയുടെ വിശിഷ്ടാതിഥികളാണ് കേട്ടോ പിന്നെ ഇവിടെ ഉദ്ഘാടനമൊക്കെ ചെയ്തത്. ആ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഞാൻ പോവുകയാണ്. ഞാൻ ഇവിടെ നിന്നും നേരെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലോട്ട് പോവുകയാണ്. ഇപ്പൊ സ്കൂളുകളെല്ലാം മത്സര ഓട്ടത്തിലാണ്, എല്ലാവർക്കും അറിയാം അല്ലേ? കുട്ടികളെ പഠിക്കാനായിട്ട് നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇതിനകം പല പ്രാവശ്യം പല വിദ്യാലയങ്ങളിൽ നിന്ന് ആൾക്കാർ എത്തിക്കാണ്. എല്ലാ സ്കൂളുകളും നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ്. പലർക്കും പല ഓഫറുകളും എനിക്കറിയാം, എന്നോട് നേരിട്ട് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്. വാൻ ഫീസ് വേണ്ട, മറ്റു ഒരുപാട് ഓഫറുകൾ. എനിക്ക് തോന്നുന്നു നമ്മുടെ സമീപത്തുള്ള എയ്ഡഡ് സ്കൂളുകളിൽ നിന്നായിരിക്കണം കൂടുതൽ അങ്ങനെയുള്ള ഓഫറുകൾ വന്നത്. ഇങ്ങനെയൊക്കെ ഓഫറുകൾ വന്നിട്ടും ആയിരുന്നു ഇപ്പം 96 കഴിഞ്ഞ പ്രാവശ്യം 300. കഴിഞ്ഞ പ്രാവശ്യം 1-ാം ക്ലാസ്സിൽ 5 ലക്ഷത്തിൻ്റെ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് അനുവദിച്ചിട്ടുണ്ട്. ഈ വെക്കേഷൻ അതിൻ്റെ പ്രവർത്തനം പൂർത്തിയാക്കാമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷെ അവരുടെ GST നിരക്കിലുണ്ടായ ചില വ്യത്യാസം കാരണം ടെക്നിക്കൽ സാങ്ഷൻ വൈകി. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് തുടങ്ങിയത്. ഒരു മാസത്തിനുള്ളിൽ അത് പൂർത്തിയാക്കും. അതുവരെ അങ്ങനെ ഞാൻ മീനൂട്ടിയെയും വാവാച്ചിയും അവിടെ സ്കൂളിൽ ഇരുത്തിയതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂൾ നമ്മുടെ ക്രിസ്തു കിരൺ തേവമ്പാറ അങ്ങനെ സ്കൂളിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ ചടങ്ങെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ അവിടെ എത്തണമെന്നുള്ളതിനാൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് ഞാൻ നേരെ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടു കേട്ടോ. അങ്ങനെ ക്രിസ്തു കിരണിലെ ചടങ്ങെല്ലാം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ അവിടെ നിന്ന് അറിയുന്നത് ഏകദേശമുള്ളതെല്ലാം ഒതുങ്ങിയതിന് ശേഷമാണെങ്കിലും ഞാൻ ഒരുപാട് നേരം നിന്നില്ല. ഞാൻ നേരെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ഒതുക്കിയതിന് ശേഷം ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ നേരെ നമ്മുടെ ഇടനില സ്കൂളിലെത്തിയേക്കാം. ഇടനില സ്കൂളിലെത്തിയപ്പോഴത്തേക്ക് ഇവിടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിശിഷ്ട അതിഥികൾ തന്നെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഉച്ചത്തേക്ക് ചോറ് ഞാനും ചേട്ടനും മീനും ഇവിടുന്ന് സ്കൂളിൽ നിന്നാണ് കഴിച്ചത്. എല്ലാവർക്കും ചോറുണ്ടായിരുന്നു. മാങ്ങ അച്ചാറും സാമ്പാറും ക്യാരറ്റ് തോരനും ആയിരുന്നു കേട്ടോ. കഴിച്ച് തീർന്നപ്പോഴാണ് ഇന്നത്തെ പോലെ വീഡിയോ എടുക്കാൻ ഓർമ്മിച്ചത്. അപ്പോൾ അതാ ചേട്ടൻ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഞാനും ചേട്ടനും ഒരു പാത്രത്തിൽ വെച്ച് മീനും നമ്മൾ പ്രത്യേകം വാങ്ങിച്ചു മീനിന് വാരി കൊടുത്ത് അവൾ കഴിക്കുകയും ചെയ്തു കേട്ടോ. അല്ലേ എന്നും ലാസ്റ്റാണ് ഓർമ്മിക്കുന്നത്. ചോറ് കഴിച്ചിട്ട് ഇവിടെയൊക്കെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എല്ലാം ഒതുങ്ങിയിട്ടുണ്ട്. നമ്മുടെ വാൻ ഫീസിൻ്റെ കാര്യങ്ങളും വാനിൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം നമ്മളിവിടെ നിന്നും പുറത്തിറങ്ങി കേട്ടോ. ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലൂടെ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.